Today, let us see what is a debt instrument. A debt instrument is actually a fixed income asset which legally obligates the debtor to provide the lender interest and principal payments. Assessing debt financing requires the debtor to pay the creditor according to predefined contractual terms. ഈ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ എന്തെങ്കിലും ഒരു ലീഗൽ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. ആ ലീഗൽ കോൺട്രാക്ച്വൽ ടേംസിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് റീപേയ്മെൻറ്റ്, എങ്ങനെയാണ് അവർ ഈ പറയുന്ന സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, the contract should outline the interest payment schedule, collateral if applicable, interest rate, maturity date, covenants, and if the debt is convertible. ഈവൻ ഡെപ്റ്റ് കൺവേർട്ടബിൾ ആണോ എന്നതിൻ്റെ ഡീറ്റെയിൽ പോലും ഈ പറയുന്ന ഡെപ്റ്റ് ഫിനാൻസിങ്ങിൻ്റെ കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻകം അസറ്റ്സ് ആണ്, ലീഗലി ഒബ്ലിഗേറ്റ് ആണ്. ഡെപ്റ്ററിന് ആരാണോ ലെൻഡർ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനും പ്രിൻസിപ്പൽ പേയ്മെൻറ്റ്സ് കൊടുക്കാനുമുള്ളൊരു ഒബ്ലിഗേഷനാണ് ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് വഴി കിട്ടുന്നത്. ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എപ്പോഴാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ കമ്പനി വാണ്ട്സ് ടു റേസ് ദ ക്യാപിറ്റൽ. They can opt to raise capital by using internally generated funds, equity financing as well as debt financing. ഈ പറഞ്ഞതിൽ ഡെപ്റ്റ് ഫിനാൻസിങ് ക്യാൻ ബി എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് റിസ്ക് ഫോർ ബിസിനസ്, പ്രൈമർലി ത്രൂ ഇൻക്രീസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി റിസ്ക്. Now let us see which all are the major debt instruments that is used in India. Bonds, leases, promissory notes, certificates, mortgages, treasury bills. ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് ബോൺസ്? Bonds are the most common debt instrument. Bonds are created through a contract known as bond indenture. Bond indenture എന്ന് പറയുന്നൊരു കോൺട്രാക്റ്റ് വഴിയാണ് ബോണ്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. These are fixed income securities that are contractually obligated to provide a series of interest payments of a fixed amount and also repayment of the principal amount at maturity. ഈ ബോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എപ്പോഴും പേ ചെയ്യാനും അതേപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോഴത്തേക്കും നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് റീപേയ്മെൻറ്റ് ചെയ്യാനും ഒബ്ലിഗേറ്റഡ് ആയിരിക്കും. ബോൺസ് അപ്രിഷിയേറ്റ് ഇൻ വാല്യൂ ആൻഡ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ പൊതുവേ ബോൺസ് വാല്യൂ കൂടാറുണ്ട്. ഇറ്റ് ഫോളോസ് ദ ലോജിക് ദാറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ബോൺസ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഇസ് ലെസ് വെൻ എ ഗ്രേറ്റർ ഡിസ്കൗണ്ട് റേറ്റ് ഇസ് അപ്ലൈഡ്. ആരാണ് ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്? ഹൂ ഇഷ്യൂസ് ബോൺസ്? പൊതുവെ കോർപ്പറേഷൻസും ഗവൺമെൻറ് എൻറ്റൈറ്റീസും ഒക്കെയാണ് ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ബോൺസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കമ്പനീസോ നോൺ ഫിനാൻഷ്യൽ കമ്പനീസോ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാവാം. ഇനി ഗവൺമെൻറ് എൻറ്റൈറ്റീസിൻ്റെ കേസ് നോക്കാനാണെങ്കിൽ മെയിനായിട്ട് സോവറിൻ നാഷണൽ ഗവൺമെൻറ്, അതുപോലെ നോൺ സോവറിൻ ഗവൺമെൻറ്, ക്വാസി ഗവൺമെൻറ് എൻറ്റൈറ്റി, സൂപ്രാ നാഷണൽ എൻറ്റൈറ്റീസ്. ഈ പറയുന്ന 4 രീതിയിലായിരിക്കാം ഗവൺമെൻറ് എൻറ്റൈറ്റീസ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത്. സോവറിൻ നാഷണൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ നാഷണൽ ഗവൺമെൻറ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ US ട്രഷറി ബോണ്ട്, കനേഡിയൻ ട്രഷറി ബോണ്ട്, അതേപോലെയൊക്കെ പറയുന്നത്. സെക്കൻഡ് വൺ, നോൺ സോവറിൻ ഗവൺമെൻറ്. ദീസ് ആർ നോട്ട് നാഷണൽ ഗവൺമെൻറ്റ്സ് that are not national governments can access debt financing through bonds. Example, state government bond, municipal bonds, etc. ഇനി ക്വാസി ഗവൺമെൻറ് എൻറ്റൈറ്റി. ക്വാസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡു നോട്ട് റെപ്രസെൻറ്റ് എ കൺട്രീസ് ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഓർ ബോണ്ട്. അതൊരു ക്വാസിയാണ്. ക്വാസി മീൻസ് ഫോൾസ് ഗവൺമെൻറ് എൻറ്റൈറ്റീസ് ആണ്. ദെൻ സൂപ്രാ നാഷണൽ എൻറ്റൈറ്റീസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഓർഗനൈസേഷൻസോ ആയിട്ടുള്ള വേൾഡ് ബാങ്കോ IMF ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ബോൺസാണ്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് പറയുന്നുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. മീൻവൈൽ ലെറ്റ് us see this. What all are the
ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മളിപ്പം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മേജറായിട്ട് ഏതൊക്കെയാണെന്ന് നോക്കി, അതിലൊരെണ്ണമായിരുന്നു ബോൺസ്. ഈ പറയുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളെ പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ബേസിക് ഫീച്ചേഴ്സ്. ഒന്നാമത്തത് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇഷ്യൂവർ ബോറോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓരോ ഡെപ്റ്റ് സെക്യൂരിറ്റിയുടെ കേസിലും സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂ തന്നെയായിരിക്കും ഈ പ്രിൻസിപ്പൽ എമൗണ്ടായിട്ട് കൂട്ടുന്നത്. ദെൻ കൂപ്പൺ. കൂപ്പൺ മീൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ ബോറോവർ. ബോറോവർ കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കൂപ്പൺ. അതൊരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കാം. ഫേസ് വാല്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞായിരിക്കും കൂപ്പൺസ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ മെച്യൂരിറ്റി. മെച്യൂരിറ്റി മീൻസ് it refers to the date on which the contract requires the borrower to repay the principal amount. Once the bond is redeemed or repaid, it is extinguished and ceases to exist. മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺട്രാക്റ്റ് അപ്പം തന്നെ നിന്ന് പോവുകയാണ്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ടാവില്ല. Now types and structure of debt instruments. കുറേയധികം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിലൊരു കൂപ്പൺ സ്ട്രക്ചറിനെയാണ് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ bond does not pay any coupons. Actually, no, also. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ കേസ് നമ്മൾ പറയുന്നത് ഇതൊരു ഡിസ്കൗണ്ടഡ് ഫേസ് വാല്യൂവിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ റെഡീംഡ് ഫേസ് വാല്യൂവിലായിരിക്കും ഈ പറയുന്ന സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. എ സീറോ കൂപ്പൺ ബോണ്ട് വിത്ത് എ ലോങ് മെച്യൂരിറ്റി is issued at a very big discount to the face value. Such bonds are also known as deep discount bonds. അത്രയും ആ ഒരു ഡീപ്പ് ഡിഫറൻസിൽ, അല്ലെങ്കിൽ അത്രയും അധികം ഹ്യൂജ് ഡിസ്കൗണ്ടിൽ ബോണ്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. ദെൻ ഇതേപോലെ വരുന്നതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ദീസ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ് വേർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് നോട്ട് ഫിക്സ്ഡ് ബട്ട് റീസെറ്റ് പീരിയോഡിക്കലി വിത്ത് റെഫറൻസ് ടു എ പ്രീ ഡിസൈഡഡ് ബെഞ്ച് മാർക്ക് റേറ്റ് ഫോർ instance. Floating rate bond ൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. സപ്പോസ് ദാറ്റ് എ കമ്പനി ക്യാൻ ഇഷ്യൂ എ 5-year floating rate bond with the rates being reset semi-annually at 50 basis points by 1 year on central government securities. Every 6 months the 1-year benchmark rate on government securities is ascertained from the prevailing market prices. The coupon rate the company would pay for the next month. Then other variations in coupon structure, then about callable bonds, puttable bonds, amortizing bonds, so and so. So that's all for today's class. Let us see it in detail on the next day. Thank you.